ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി സിമ്പിളായിട്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. 3 നല്ല പഴുത്ത തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ ഇതാ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ തക്കാളി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നല്ല റെഡിഷ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ചിക്കൻ അങ്ങ് പൊരിച്ചെടുക്കാം. നന്നായി മൊരിയൊന്നും വേണ്ട, എന്നാൽ ഏകദേശം സെറ്റായി കണ്ടാൽ ആ ചിക്കന് കോരിയിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കുറച്ചൊരു ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും വേണം ഇതിലേക്ക് ഇടാൻ. ഇട്ട് കൊടുത്ത് നന്നായി സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ 2 സ്പൂണ് നമ്മൾ ഗരം മസാല, അതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഒന്നുകൂടി ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു കുറുക്കിയ ഒരു തേങ്ങാപ്പാൽ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ ഒന്നെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അഥവാ അരച്ചത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഈ ചിക്കൻ ഇട്ട് നന്നായി തിളച്ച് വറ്റി വരണമല്ലോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്താക്കിയിട്ടുണ്ട്, ചിക്കനെ പൊരിച്ചത് അതിലേക്ക് ആഡാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ടീസ്പൂണ് പഞ്ചസാരയോ അല്ലെങ്കിൽ 1 ടീസ്പൂണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡാക്കാം കേട്ടോ. ഓപ്ഷനിലാണ്, പക്ഷേ എന്നാലും അതൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് നമ്മൾ കെച്ചപ്പാണ് ആക്കിയത് ഇതിലേക്ക്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ട് പോയിട്ടുണ്ട്. ഇതാ കെച്ചപ്പ് ഒഴിച്ച് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി നല്ല കുറുകി വരുമ്പോൾ സംഭവം സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഹാഫ് ലെമണും അതും കൂടി ഫൈനലി ഹാഫ് ലെമണും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിനെ കൂടെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ മല്ലിയിലയോ എന്തെങ്കിലും ഒന്ന് ആഡാക്കി കൊടുക്കാം. എൻ്റെ ഇത് കുരു അതിൽ വീണ് പോയി. അപ്പോൾ ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിക്ക് കൂട്ടുമ്പോൾ സൈഡ് ഡിഷായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.